ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ മിത്രയോട് ഗുരുവായൂർ എത്തിയെന്നുള്ള കാര്യം മിഥുൻ പറയാം. അവർ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അങ്ങനെ മിത്ര കണ്ണ് തുറന്നിട്ട്, എൻ്റെ കൃഷ്ണ, നീ എന്നെ ഗുരുവായൂർ എത്തിച്ചല്ലോ എന്നിങ്ങനെ പറയുക. അപ്പോൾ 2 ദിവസം നമ്മളിവിടെ റൂമിൽ താമസിക്കും, വിവാഹത്തിനുള്ള ടിക്കറ്റൊക്കെ എടുത്ത് എല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം വിവാഹം, പിന്നെയാകും നമ്മൾ പുറത്തിറങ്ങുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുക. അപ്പോൾ അതൊക്കെ കേട്ട് എല്ലാം വിശ്വസിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് നമ്മുടെ മിത്ര. ഈ സമയത്ത് മിഥുൻ്റെ വീട്ടിൽ നിന്ന് വീട്ടുകാരൊക്കെ വരുമെന്ന് പറഞ്ഞിരുന്നല്ലോ, അവർ ഇന്ന് വരില്ലേ എന്ന് ചോദിച്ചപ്പം ഏതെങ്കിലും ഒരു സമയത്ത് വരുമെന്നും പറഞ്ഞുകൊണ്ട് മിഥുൻ ഇങ്ങനെ പറയാം. അതൊക്കെ കേട്ട് മിത്ര ഇങ്ങനെ അതെല്ലാം വിശ്വസിച്ച് ഇങ്ങനെ കൂളായിട്ട് ഇരിക്കുന്നു. മിഥുനാണെന്നുണ്ടെങ്കിൽ ലോക കള്ളനായിട്ട് അവിടെ ഇരിക്കുക. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ കാണിക്കുന്നതോ, അവർ ചെന്ന് വണ്ടിയിൽ നിന്ന് ഇറങ്ങുകയും നമ്മുടെ ഗോമതിയും മീനുവും ഒക്കെ കൂടെ ഇങ്ങനെ അവിടുന്ന് വരികയും ഒരുമിച്ചായിരുന്നു, ആര്യനും കൂടി ചേർന്ന്. പക്ഷെ ഇവർ പരസ്പരം കണ്ടില്ല, കാണാമറയത്തെന്നതുപോലെ ഇങ്ങനെ ആയിപ്പോയി കേട്ടോ. അങ്ങനെ അവർ താമസിക്കുന്ന അതേ ഹോട്ടലിൽ തന്നെ ഇവരും ചെന്ന് റൂം എടുക്കുകയാണ്. അപ്പോൾ അവിടെ ചെന്ന് ID പ്രൂഫ് ചോദിച്ചു. അപ്പോൾ ID പ്രൂഫ് ഒന്നും ഇല്ലെന്നുള്ള കാര്യം പറഞ്ഞപ്പം ലൈസൻസോ പാൻ കാർഡ് എന്തെങ്കിലും മതി എന്ന് പറഞ്ഞു. അപ്പോൾ ഒന്നുമില്ല, താൻ റൂം തരുന്നുണ്ടെങ്കിൽ തരാൻ പറഞ്ഞു. അപ്പോൾ അതെ, എൻ്റെ കയ്യിലുണ്ടെന്നും പറഞ്ഞുകൊണ്ട് അതൊക്കെ എടുത്ത് മിത്ര കൊടുക്കുക. അപ്പോൾ ഇതൊന്നും മിഥുൻ കൊടുക്കുന്നില്ല. മിത്ര എന്നിട്ട് തൻ്റെ ID കാർഡൊക്കെ കൊടുത്തു, ഇതെല്ലാം കൊടുത്തിട്ട് റൂം എടുത്തു. അത് കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് മാത്രമായിട്ട് റൂം എടുക്കേണ്ട, അത് ശരിയാവില്ല എന്ന് മിത്ര പറയണം. മിഥുൻ്റെ ഫാമിലിയൊക്കെ വരട്ടെ, മിഥുൻ്റെ ഫാമിലി ഉണ്ടാകുമെന്നല്ലേ എന്നോട് ആദ്യം പറഞ്ഞതെന്നൊക്കെ ഇങ്ങനെ നമ്മുടെ മിത്ര പറയുമ്പം, എന്താ നിനക്ക് എന്നോടൊത്തൊരു റൂമിൽ കഴിയാൻ പേടിയാണെന്ന് ചോദിച്ചു മിഥുൻ. അയ്യോ പേടിയല്ല, വിവാഹം കഴിയുന്നതിന് മുൻപേ ഒരു മുറിയിൽ ഒന്നിച്ച് കഴിയുന്നതിനെ പറ്റിയൊക്കെ ആലോചിക്കുമ്പോൾ എനിക്കെന്തോ ഒരു വിഷമമാണെന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് വിഷമമാണെന്ന് ചോദിച്ചു മിഥുൻ. എൻ്റെ കൂടെ ഒരു കാറിൽ ഇവിടം വരെ നീ വന്നില്ലേ, അതുപോലെ ഉള്ളൂ ഇതും എന്ന് മിഥുൻ ഇങ്ങനെ മിത്രയോട് പറഞ്ഞപ്പോൾ ഇവർ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ ആര്യൻ്റെ കൂട്ടുകാരൻ്റെ അമ്മ പുറത്തേക്ക് ഇറങ്ങി വരുന്നതും ഇത് കാണുന്നതും. അപ്പോൾ ഒരു കാര്യം ചെയ്യേ, നിനക്ക് എന്നെ വിശ്വാസം ഇല്ലെങ്കിൽ നമുക്ക് ഇവിടെ വെച്ച് എല്ലാം അവസാനിപ്പിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഇവർ തമ്മിൽ സംസാരിക്കാം. അപ്പോൾ എന്താ മിഥുനെ എന്നെ ഇങ്ങനെ വഴക്ക് പറയല്ലേ, എൻ്റെ അവസ്ഥ നീ ഒന്ന് മനസ്സിലാക്കാനൊക്കെ മിത്ര പറയാം. അപ്പം നിനക്ക് മാത്രമല്ല അവസ്ഥ, എൻ്റെ അവസ്ഥ നീയും മനസ്സിലാക്കുക. നോക്ക്, നിൻ്റെ ജാടയൊന്നും എൻ്റെ അടുത്ത് വേണ്ട, എനിക്കറിയാം. ഞാൻ പേടിപ്പിച്ചില്ലായിരുന്നെങ്കിൽ നീ എൻ്റെ കൂടെ വരില്ലായിരുന്നു, ശരിയല്ലേ എന്നൊക്കെ ചോദിച്ചു ഇവർ നിന്ന് വഴക്കൂടുന്ന ഒരു സിറ്റുവേഷൻ പോലെ ആയി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ചേച്ചി വന്നിട്ട് ചോദിച്ചു എന്താണെന്ന്. എന്താ മോളെ, എന്താ കാര്യം എന്നൊക്കെ ചോദിക്കാം. അപ്പം നിങ്ങൾക്ക് എന്താ വേണ്ടത്, ഇത് ഞങ്ങൾ ഭാര്യയും ഭർത്താവും തമ്മിൽ തീർത്തോളാം, നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു മിഥുൻ മിത്ര പിടിച്ചു വലിച്ചു കൊണ്ടുപോകുകയാണ്. നീ വന്നേ ഇങ്ങോട്ട്, വെറുതെ ആൾക്കാരെ കൊണ്ട് പറയിക്കാനെന്ന് പറഞ്ഞു. അപ്പോൾ ആ അമ്മയ്ക്ക് എന്തോ ഒരു സംശയം പോലെ തോന്നിയിട്ടു. അപ്പം മോൾ ഇറങ്ങി വന്നു. എന്താ അമ്മേ വിഷമിച്ച് നിൽക്കുന്ന പോലെ ചോദിച്ചപ്പോൾ, അല്ല ഇപ്പോഴത്തെ കുട്ടികളുടെയൊക്കെ ഓരോരോ രീതികളെ, അപ്പോൾ ഇപ്പോഴത്തെ കുട്ടികൾക്ക് എന്താ അമ്മേ പ്രശ്നമൊന്നും മകൻ വന്നപ്പോൾ ചോദിച്ചു. അല്ല ഇപ്പോൾ 2 പിള്ളേർ വഴക്ക് കൂടുന്നത് കണ്ടു, ഭാര്യയും ഭർത്താവുക, നിസാര കാര്യം എന്തോ ആണ്, പയ്യൻ പെൺകുട്ടിയോട് എന്തൊക്കെയോ ചൂടായിട്ട് സംസാരിക്കുന്നു. നമ്മുടെ കൺമുന്നിൽ ഇങ്ങനൊരു ബഹളം നടക്കുമ്പോൾ നമ്മൾ ചോദിച്ചു പോവില്ലേ മോനെ. ഞാൻ ചോദിച്ചത് പയ്യൻ ഇഷ്ടപ്പെട്ടില്ല, എന്നോട് ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു. അമ്മയോട് അവൻ ദേഷ്യപ്പെട്ടോ? ആഹാ, എന്നാ എനിക്കതൊന്നും അറിയണമല്ലോ, ആരാവനെന്ന് ചോദിച്ച് പോകാൻ തുടങ്ങുമ്പോൾ, വേണ്ട മോനെ അങ്ങോട്ടൊന്നും പോകണ്ട, അവരുടെ കുടുംബകാര്യത്തിൽ നമ്മൾ ഇടപെടേണ്ട, ഞാൻ ഇടപെട്ടത് തെറ്റിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ അമ്മ പറ, അവൻ്റെ റൂം ഏതാന്ന് പറയാൻ പറഞ്ഞു. വേണ്ട ഏട്ടാ, ഇതിൽ നമുക്ക് തർക്കോ വഴക്കിൻ്റെ ഒന്നും കാര്യമില്ല, നമുക്ക് പോകാമെന്ന് പറയാം. അപ്പോൾ ആ പെൺകൊച്ച് വിഷമിച്ച് നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു സഹതാപം തോന്നി, അതുകൊണ്ട് ഞാൻ കാര്യങ്ങൾ ചോദിച്ചതാണെന്ന് പറഞ്ഞപ്പോൾ അമ്മ അത് വിടാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് തൊഴുതിട്ട് വരാമെന്ന് പറഞ്ഞു. ഇവർ തൊഴാനായിട്ട് അങ്ങ് പോവുകയും ചെയ്തു. ഈ സമയത്ത് വീട്ടിലെല്ലാവരും കരഞ്ഞ് വിളിച്ച് കൃഷ്ണമംഗലം തകർന്ന് തരിപ്പടമായിട്ടിരിക്കുക. അപ്പോഴേക്കും ആൾക്കാരെല്ലാം കൂടി. അപ്പോൾ പെണ്ണ് വരില്ലേ സാർ, അതല്ലേ സാർ, ഇതല്ലേ സാർ എന്നൊക്കെ ചെയ്യുമ്പോൾ പെണ്ണ് വരും, അവൾ തിരിച്ചു വരുമെന്നും പറഞ്ഞുകൊണ്ട് അവരെല്ലാവരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പോഴേക്കും നമ്മുടെ ബാലനും മക്കളും അവിടേക്ക് ഇറങ്ങി വരുന്നു, ഈ കാഴ്ചകളൊക്കെ കാണുക കേട്ടോ. അപ്പോഴേക്കും ആൾക്കാരെല്ലാവരും ഇവരെ അപമാനിക്കുക അവിടെ ഇട്ട്, അതായത് കൃഷ്ണമംഗലത്ത് അനന്തനെയും അച്യുതനെയും ഒക്കെ എല്ലാവരും അപമാനിച്ചുകൊണ്ടേ ഇരിക്കുക. ഇതൊക്കെ കേട്ടിട്ട് ബാലനും മകനും ആകെ സങ്കടമാണ്. അപ്പോൾ അങ്ങനെയൊന്നും പറയരുത്, ഞങ്ങളുടെ അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കുക, അങ്ങനെയൊക്കെ പറഞ്ഞിങ്ങനെ സംസാരിക്കുക. അപ്പോൾ ആ പെണ്ണിന് ആ ചെറുക്കനെ ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾക്ക് അങ്ങ് നടത്തി കൊടുത്തു വിടായിരുന്നു എന്നൊക്കെ നേരം വന്നവരിൽ ഓരോരുത്തരായിട്ട് ചോദിക്കാനും തുടങ്ങി. അപ്പം അങ്ങനെ എല്ലാവരും ഇവരെ ഇങ്ങനെ അപമാനിക്കുന്നത് കേട്ടോണ്ട് നിൽക്കുക. ബാലൻ ആർഭാടം കാണിക്കാൻ വേണ്ടി 7 തരം പായസവും വെച്ച് സദ്യ ഒരുക്കുന്നു. ക്ഷണിക്കപ്പെട്ടവരെത്തുമ്പോൾ പെണ്ണിൻ്റെ വഴിക്കും പോകുന്നു. കല്യാണം കാണാൻ വന്നവർ വെറും മണ്ടന്മാരായി എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ എല്ലാ ആൾക്കാരും ഇവരായിട്ട് അപമാനിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ അതെ, എന്താ ചേട്ടാ ഇതൊക്കെ എന്ന് ചോദിച്ച് ശ്യാം ചോദിച്ചപ്പം, നിങ്ങളാരാ, ഞങ്ങൾ വീട്ടുകാരോടല്ലേ സംസാരിക്കുന്നത്, അതിൻ്റെ ഇടയിൽ നിങ്ങളെന്തിനാ കയറുന്നേ, വാടോ നമുക്ക് പോകാം, ഇനി ഇവിടെ നിന്നിട്ട് എന്താ കാര്യം എന്നൊക്കെ പറഞ്ഞ് ഇവരെ അപമാനിച്ചിട്ട് വന്നവരെല്ലാവരും പോകുക. അപ്പോൾ ഇവരങ്ങനെ പോയ സമയത്ത് ബാലൻ അവരുടെ അടുത്തേക്ക് ഇറങ്ങി വന്നു. ഹലോ ഒന്ന് നിൽക്കണേ എന്ന് പറഞ്ഞ് ബാലൻ ഇവരുടെ മുന്നിലേക്ക് വന്നു. അപ്പോൾ ആ വീട്ടുകാരുടെ അവസ്ഥ അതൊന്ന് മനസ്സിലാക്കണമെന്നൊക്കെ പറഞ്ഞ്, അപ്പോഴേ ഈ അനന്തനും അച്യുതനും ഇത് കണ്ടുകൊണ്ടിരിക്കുക കേട്ടോ. അവനവൻ്റെ കുടുംബത്തിലൊരു അവസ്ഥ വരുമ്പോഴേ ഓരോരുത്തർക്ക് അത് മനസ്സിലാവും എന്നുള്ളതെന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ ഈ വഴക്കുണ്ടാക്കി അവരോട് സംസാരിക്കാം. ആശ്വസിപ്പിക്കേണ്ട ആ ഒരു അവസരത്തിൽ കുത്തുവാക്കെങ്കിലും പറയാതിരിക്കണമെന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ അവരോട് പറയുന്നു. അപ്പോൾ
ആരാൻ്റെ അമ്മയ്ക്ക് ഭ്രാന്ത് വന്നാലേ കാണാൻ നല്ല രസമായിരിക്കുമെന്നും ബാലൻ ആ ചേട്ടന്മാരോട് പറയാം. പക്ഷെ അവനവൻ്റെ വീട്ടിൽ ഇത് നടക്കുമ്പോൾ അപ്പോഴറിയാം ഇതിൻ്റെ വേദന എന്താണെന്നും കാര്യങ്ങൾ എന്താണെന്നും ഒക്കെ എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇവരോട് പറയുന്നു. ഇത് ക്ഷണിച്ചവരെ അപമാനിക്കുന്നത് പോലെയല്ലേ എന്ന് ചോദിച്ചപ്പം അയ്യോ ക്ഷണിച്ചവരെ എങ്ങനെ അപമാനിച്ചെന്നാ പറയുന്നത്? ഇതുപോലെ ഒന്നും സംഭവിച്ച വീട്ടുകാരെ ആശ്വസിപ്പിക്കേണ്ടവരല്ലേ ക്ഷണിക്കപ്പെട്ടവരെന്ന് ബാലൻ അന്നേരം ഇവരോട് ചോദിക്കണം. നിങ്ങൾക്ക് കണ്ണു ചോരയില്ലേ, മനസാക്ഷി എന്ന് പറയുന്നതൊന്നും ഇല്ലേ എന്നൊക്കെ ബാലൻ ഇവരോട് ചോദിക്കുമ്പോഴും മറ്റവരുടെ തല കുനിഞ്ഞു. അതായത് അച്യുതൻ്റെയും അതുപോലെ അവരുടെ ആനന്ദൻ്റെ ഒക്കെ. അപ്പോൾ ഒരാളെ വിളിച്ച് അപമാനിച്ച് കളയാം എന്ന് വിചാരിച്ചിട്ടാണോ ആൾക്കാർ ഓരോരോ ചടങ്ങുകൾ ഇതുപോലെയൊക്കെ നടത്തുന്നത്? സംഭവിച്ചു പോയി സഹോദര, വിവേകത്തോടെ പെരുമാറാനും ബാലൻ പറഞ്ഞു കൊടുക്കണം. ഇതുപോലുള്ള സന്ദർഭങ്ങളിലാണ് നമ്മളൊക്കെ മാന്യന്മാരാണെന്ന് തിരിച്ചറിയേണ്ടതും തെളിയിക്കേണ്ടതെന്നും ബാലൻ പറയുമ്പോൾ ഇവരുടെ തല കുനിഞ്ഞു പോയി ബാലൻ്റെ മുന്നിൽ. അത്രത്തോളം നാണം കെട്ടു. ബാലൻ്റെ മനസ്സിൻ്റെ നന്മ കണ്ട് മക്കൾ പോലും കണ്ണു നിറയ്ക്കുക. അപ്പോൾ സോറി ബാലേട്ടാ എന്ന് വന്നവർ പറഞ്ഞപ്പം അയ്യോ എന്നോട് സോറി ഒന്നും പറയണ്ട കേട്ടോ, ഇനി മേലിൽ ഇത് ആവർത്തിക്കാതിരുന്നാൽ മതി എന്നൊക്കെ പറഞ്ഞ് ബാലൻ ഇങ്ങനെ അവരെ പറഞ്ഞു വിടുന്നു. അവരങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും അച്ഛാ എന്നും പറഞ്ഞ് ആകാശ് വിളിച്ചു. ബാ മോനെ എന്നും പറഞ്ഞ് വിളിച്ച് അകത്തേക്ക് കയറി പോവാം. അപ്പോൾ ബാ എന്നും പറഞ്ഞ് അനന്തനും അച്യുതനും അകത്തേക്ക് കയറി പോണു. ഈ സമയത്ത് മിത്രയാണെന്നുണ്ടെങ്കിൽ അവിടെ ടെൻഷൻ അടിച്ച് വിഷമിച്ചിരിക്കുമ്പോൾ മിഥുനും അകത്തേക്ക് അടുത്തേക്ക് എന്നിട്ട് പറഞ്ഞു നീ ചെന്ന് ഫ്രഷ് ആയിട്ട് വരാൻ പറഞ്ഞു. എന്നിട്ട് നമുക്ക് ആഹാരം കഴിക്കാൻ പോകാം, നീ ചെല്ല്. ഇപ്പം ചായ എന്തെങ്കിലും വേണോ എങ്കിൽ അത് ഞാൻ പറയാമെന്നൊക്കെ പറയുമ്പോൾ ഒന്നും വേണ്ട മിഥുനെന്നും പറഞ്ഞുകൊണ്ട് മിത്ര എനിക്ക് വല്ലാതെ പേടി തോന്നുകയെന്ന് പറഞ്ഞപ്പോൾ പേടിയെന്ന് വെച്ചാൽ വീട്ടിൽ നിന്ന് ഇറങ്ങിയതിൻ്റെ പേടിയോ അതോ എന്നെ പേടിയോ, എന്താ നിൻ്റെ പേടിയെന്ന് ചോദിച്ചപ്പം എനിക്ക് രണ്ടും പേടിയാ മിഥുൻ എന്ന് പറഞ്ഞുകൊണ്ട് ദേ നമ്മുടെ മിത്ര നേരം പറഞ്ഞു. പേടിച്ചാണ് നിൽക്കുന്നത്. ഇപ്പോൾ വീട്ടിൽ എന്തൊക്കെയായിരിക്കും നടക്കുന്നത്, ഞാൻ വീട്ടിലില്ല എന്നുള്ളത് വീട്ടുകാർ അറിഞ്ഞിട്ടുണ്ടാവില്ലേ എന്നൊക്കെ മിത്ര ചോദിക്കുമ്പോൾ മിഥുൻ ഇങ്ങനെ തിരിച്ചുകൊണ്ട് നോക്കി നിൽക്കുക. എന്നെ അന്വേഷിച്ച വീട്ടുകാരും ബന്ധുക്കാരും ഒക്കെ നടക്കുന്നുണ്ടാവില്ലേ, അമ്മ തളർന്ന് വീണിട്ടുണ്ടാവില്ലേ എന്നൊക്കെ ചോദിച്ച് ഇങ്ങനെ സങ്കടം പറയുന്നേ കേൾക്കുന്നത് ഇവന് ചിരി വന്നുകൊണ്ടിരിക്കുക കേട്ടോ. എന്നിട്ട് ഇതേ നോക്ക, എന്നെ വെറുതെ ദേഷ്യം പിടിപ്പിക്കരുത് നീ, ഇതൊക്കെ പ്രേമിച്ച് തുടങ്ങുമ്പോൾ ആലോചിക്കേണ്ട കാര്യങ്ങളായിരുന്നു. ആരെങ്കിലും ആവശ്യപ്പെട്ടായിരുന്നോ ഇങ്ങോട്ട് വന്ന് പ്രേമിക്കാൻ എന്ന് മിഥുൻ ചോദിച്ചപ്പോൾ മിഥുൻ നീ എന്താ പറഞ്ഞേ, എന്താ ഞാൻ പറഞ്ഞത് നീ കേട്ടില്ലേ, എന്നെ പ്രേമിക്കാൻ ആരെങ്കിലും ആവശ്യപ്പെട്ടോന്ന്? മിഥുൻ ദേ ആ രീതിയിൽ നീ സംസാരിക്കരുതെന്നും ഇത്രയും നേരം പറയാം. മിഥുൻ വളരെ പ്ലാൻ ചെയ്ത് എന്നെ പ്രണയത്തിലേക്ക് കൊണ്ടുവരികയായിരുന്നു, എന്നിട്ടിപ്പോൾ കുറ്റം എൻ്റെ മേലോട്ട് ഇടുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് മിത്ര വേണ്ട, അതൊന്നും നമുക്കിവിടെ വെച്ച് സംസാരിക്കേണ്ട മിഥുൻ. അപ്പം അത് തന്നെ ഞാനും പറഞ്ഞത്, അതൊന്നും ഇനി നമ്മൾ സംസാരിച്ചിട്ട് യാതൊരു കാര്യമില്ലെന്ന്, നീ പോയി ഫ്രഷ് ആയിട്ട് വാച്ചല്ല. അതും പറഞ്ഞ് മിത്രയെ പറഞ്ഞു വിടാനായിട്ട് നോക്കുവൻ. അപ്പോൾ ഇവള് വാഷ്റൂമിൽ കയറുമ്പോൾ വേണം ഇവളുടെ ബാഗിലെ സ്വർണം മുഴുവൻ എൻ്റെ ബാഗിലേക്ക് മാറ്റേണ്ടത്. അങ്ങനെ മനസ്സിൽ ഇവൻ എന്നിട്ട് അവിടെ നിന്ന് പറയും. എന്നിട്ട് നിർബന്ധിച്ച് ചെല്ല എന്ന് പറഞ്ഞുകൊണ്ട് നിർബന്ധിച്ച് പറഞ്ഞു വിടുന്നു. അപ്പോൾ ഇനി ഓക്കെ എന്നാൽ ശരി, നിനക്കിനി പോകാൻ പറ്റില്ലെങ്കിൽ പോവേണ്ട, ഞാൻ ആദ്യം ഒന്ന് പോയി ഫ്രഷ് ആയിട്ട് വരാമെന്ന് പറഞ്ഞ് ഇവൻ നേരെ വാഷ്റൂമിലേക്ക് കയറുന്നു. മിത്ര അവിടെ അങ്ങനെ ഇരിക്കാം. മിത്ര എന്നിട്ട് ഫോൺ ഇങ്ങനെ ഓണാക്കി. മിത്ര ഫോൺ ഓണാക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ആരൊക്കെയോ വോയിസ് മെസ്സേജും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം മോളെ നിന്നെ വിളിച്ചിട്ട് കിട്ടുന്നില്ലല്ലോ, നീ വേഗം തിരിച്ചു വന്നൊക്കെ പറഞ്ഞ് വോയിസ് മെസ്സേജ് വരുക. ഈ സമയത്ത് മിത്രേ ചക്രേ നീ എവിടെ നിൽക്കുവാടാ, നീ എവിടെയാണ് മോളെ എന്ന് ചോദിച്ചാൽ അച്ഛൻ്റെ മെസ്സേജ്. അങ്ങനെ ഓരോരുത്തരായിട്ട് മിത്രയ്ക്ക് മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുന്നു. മിത്രയാണെങ്കിൽ ആകെ തകർന്ന് നിൽക്കുക. അപ്പോഴേക്കും മിത്രയുടെ ഫോണിലേക്ക് കോൾ വന്നു. അപ്പോൾ വേഗം കോൾ എടുക്കാം, എന്നിട്ട് അമ്മയോടെ എല്ലാം പറയാം എന്ന് പറഞ്ഞുകൊണ്ട് ഈ മിത്ര ഫോൺ എടുക്കുമ്പോഴത്തേക്ക് മിഥുൻ ഇത് കണ്ടുകൊണ്ട് വരും കേട്ടോ. മിഥുൻ എന്നിട്ട് ഓടി വന്ന് ഈ ഫോൺ തട്ടിപ്പറിച്ചങ്ങ് മേടിച്ചു. അപ്പോഴേക്കും മിത്ര പറഞ്ഞു ഫോണിങ്ങ് തരാൻ. അപ്പോൾ പറ്റില്ലെന്ന് തന്നെ ഇവൻ പറയാം. നീ ഫോൺ ചോദിക്കേണ്ട, ഞാൻ തരില്ല എന്നും പറഞ്ഞു. അത് വലിയ കുഴപ്പമാകുമെന്നൊക്കെ പറഞ്ഞപ്പോൾ പ്ലീസ് മിഥുൻ എനിക്ക് എൻ്റെ ഫോൺ താ മിഥുൻ, ഞാനൊന്ന് വിളിച്ചോട്ടെ എന്ന് മിത്ര പറയുമ്പോൾ പറ്റില്ലെന്നല്ലേ പറഞ്ഞത്, ഫോൺ തരില്ലെന്ന് പറഞ്ഞാൽ തരില്ല എന്ന് പറയും. അപ്പോൾ ഫോൺ താന്ന് പറഞ്ഞുകൊണ്ട് ഇവള് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പിടിയും വലിയും കൂടുമ്പോഴത്തേക്കും ഇവൻ കലി കയറിയിട്ട് ഈ ഫോൺ എറിഞ്ഞങ്ങ് ഓട്ടച്ചു. ദേ നീ ഒറ്റയടുത്ത് എന്നെ കൊണ്ട് ഇതൊക്കെ ചെയ്യിച്ചത് പറഞ്ഞാൽ മനസ്സിലാക്കണമെന്നും പറഞ്ഞുകൊണ്ട് മിഥുൻ ദേഷ്യപ്പെട്ടപ്പോൾ മിത്ര അവിടെ നിന്ന് വാ വിട്ട് കരയുക. മിത്ര ഭയങ്കര കരച്ചില്ല. നീ ഈ കാണിക്കുന്ന കണ്ടാൽ എൻ്റെ മാത്രം ആവശ്യമാണ് ഇതെന്നൊക്കെ തോന്നുമല്ലോ, നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയാ. ദേ ഈ ഫോൺ ഓണായാൽ നമ്മുടെ ലൊക്കേഷൻ ഉറപ്പായിട്ട് അവർ കണ്ടുപിടിക്കും, കരയാതെ മോളെ പ്ലീസ് എടാ എന്നൊക്കെ പറഞ്ഞപ്പോൾ ഭയങ്കര ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ. ദേ നമ്മുടെ കല്യാണം ഒന്ന് കഴിയട്ടെ, നമുക്ക് ഒരു പുതിയ മൊബൈൽ വാങ്ങാം, ഞാൻ വാങ്ങിച്ച് തരാമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് മിഥുൻ ഇങ്ങനെ പറയണു കേട്ടോ. അങ്ങനെ മിഥുൻ പറഞ്ഞു നമ്മുടെ മിത്രയെ പറഞ്ഞ് വശീകരിച്ച് എടുക്കുക വീണ്ടും. എന്താ നിനക്ക് വീട്ടിൽ പോകണോ, നമ്മുടെ കല്യാണം ഒന്നും നടക്കണ്ടേ എന്നൊക്കെ ഇങ്ങനെ ചോദിച്ചപ്പോൾ എനിക്കറിയില്ല മിഥുൻ, എനിക്കറിയില്ല, എനിക്ക് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല എന്നും പറഞ്ഞ് മിത്ര പറഞ്ഞപ്പോൾ എന്ന് വെച്ചാൽ നീ എന്താ ഉദ്ദേശിക്കുന്നത് എന്നിങ്ങനെ ചോദിക്കുകയാണേ. കല്യാണം വേണ്ടെന്നാണോ നീ പറയുന്നത്, ആണോ, അതാണോ നീ പറയുന്നത്, എന്താ അതാണോ നിൻ്റെ തീരുമാനം, നീ തുറന്നു പറ എന്താ.
അപ്പോഴേക്കും നമ്മുടെ മിത്ര ഇങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പോൾ, നോക്കും മിത്ര, എനിക്കിന്ന് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട്. ആദ്യം അമ്പലത്തിൽ ചെന്ന് വിവാഹത്തിനുള്ള രസീതും കാര്യങ്ങളൊക്കെ എടുക്കണം, രജിസ്ട്രേഷൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യണം. കുറച്ച് കഴിയുമ്പോൾ ബന്ധുക്കളൊക്കെ വരും, അവരുടെ കാര്യങ്ങൾ നോക്കണം. നോക്ക്, നമ്മളൊരു പുതിയ ജീവിതം തുടങ്ങാൻ പോകുക. ഇനി ജീവിത അവസാനം വരെ നമ്മൾ ഒരുമിച്ച് കഴിയേണ്ടവരാ, പരസ്പരം മനസ്സിലാക്കി വേണം മുന്നോട്ട് പോകാനായിട്ടെന്നൊക്കെ പറഞ്ഞ് മിഥുൻ തുറച്ചു നോക്കുന്ന മിത്രയെ കണ്ടപ്പോൾ, എന്താ മോളെ ഇങ്ങനെ നോക്കുന്നത്, ഒന്നിച്ച് കഴിയേണ്ടെന്നാണോ എന്ന് ചോദിച്ചു മിഥുൻ. അപ്പോൾ എനിക്കൊന്നും അറിയില്ല മിഥുൻ എന്നും പറഞ്ഞുകൊണ്ട് മിത്ര ഭയങ്കര കരച്ചിൽ. അപ്പോഴത്തേക്ക് ഇവൻ ഇങ്ങനെ എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിന്ന് കാണിക്കുക, ഉദ്ദേശിച്ച കാര്യങ്ങളൊക്കെ നടത്തി കിട്ടുവാണല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇതിൽ ഇവൻ ഇങ്ങനെ നിൽക്കുന്നു. ഈ സമയത്ത് മിത്ര ഭയങ്കര കരച്ചിൽ. അപ്പോൾ പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗോമതിയെയും അതുപോലെ മീനുവിനെയുമാണ്. അവർ കൃഷ്ണൻ്റെ നടക്കൽ നിന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ തൻ്റെ ഉള്ളിലുള്ള സങ്കടങ്ങളെല്ലാം, മിത്രയെ ഞാൻ ഒരുപാട് എൻ്റെ ആര്യന് വേണ്ടി ആഗ്രഹിച്ചതാണെന്ന്, അവളുടെ കഴുത്തിൽ മറ്റൊരാൾ താലി കെട്ടുകയാണെന്നൊക്കെ പറഞ്ഞിങ്ങനെ ആ ഒരു ഇതിങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിക്കാം കേട്ടോ. അപ്പോൾ അവർ മാത്രമല്ല, 2 കുടുംബങ്ങളും എന്നേക്കുമായി അകന്നു പോവുകയാണെന്നൊക്കെ പറഞ്ഞു. അവരെ ഒന്നിക്കുന്നതിലോടുകൂടി എൻ്റെ കുടുംബം ഒന്നിക്കുമെന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചതായിട്ടൊക്കെ പറയാം. അപ്പോൾ എൻ്റെ മനസ്സിലെങ്കിലും അവൾക്കൊരു സ്ഥാനം ഞാൻ കൊടുത്തിട്ടുണ്ട്. ഭഗവാൻ അവളുടെ ജീവിതം നേരായ വഴിയിൽ നടത്തണമെന്നൊക്കെ പറഞ്ഞ് ഗോമതി ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെ. കൈനോക്കാൻ വന്ന സ്ത്രീ പറഞ്ഞത്, മിത്രയുടെ വിവാഹം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കാണും എന്നുള്ളതല്ലേ എന്നൊക്കെ ഇങ്ങനെ ഗോമതി കണ്ണനോട് പറയുക കേട്ടോ. പക്ഷേ ഞാൻ രാവിലെ മുതൽ മനസ്സിൽ കാണാൻ ശ്രമിക്കുകയാണ് ആ വിവാഹം. കണ്ണൻ അതെനിക്ക് കാണിച്ചു തരണം, മംഗളമായിട്ട് നടക്കുന്ന കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കുക കേട്ടോ. അപ്പം മീനു അങ്ങോട്ടേക്ക് വന്നു. മീനു വന്നിട്ട്, അമ്മേ നമുക്ക് പോകാമെന്ന് പറഞ്ഞു. എനിക്ക് ഇവിടുന്ന് പോകാനേ തോന്നുന്നില്ല മോളെ എന്ന് മീനുവിനോട് പറഞ്ഞു. തൊഴുതു നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിലൊരു വിങ്ങൽ വരുന്നത് പോലെയാണെന്നൊക്കെ പറയൂ കേട്ടോ ഗോമതി. അപ്പം എൻ്റെ ജീവിതത്തിൽ എന്തൊക്കെയോ നടക്കാൻ പോകുന്നു എന്ന് ഭഗവാൻ പറയുന്നത് പോലെയാണെന്ന് പറഞ്ഞപ്പം, അതെ അമ്മേ, ഗുരുവായൂർ വന്ന് തൊഴുതാൽ ആനന്ദേട്ടൻ്റെ കല്യാണം നടക്കുമെന്ന് ആ കൈ നോക്കാമെന്ന് ചേച്ചി പറഞ്ഞില്ലേ, അമ്മ പറഞ്ഞില്ലേ, ആനന്ദേട്ടൻ്റെ കല്യാണം നടക്കും, നോക്കിക്കോളാൻ പറഞ്ഞു. മീനു, നമുക്ക് മുറിയിൽ പോയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് വീണ്ടും തൊഴാൻ വരണം കേട്ടോ എന്ന് പറഞ്ഞപ്പോൾ, വരാമേ നമുക്ക് പോകാമെന്ന് പറഞ്ഞ് അവരങ്ങനെ പ്രാർത്ഥിച്ച് അങ്ങനെ അങ്ങ് പോവുക. ഈ സമയത്ത് പിന്നെയും മിത്രയാണ് കാണിക്കുന്നത്. മിത്ര റൂമിലിരിക്കുമ്പോൾ കോളിംഗ് ബെൽ അടിച്ച് നമ്മുടെ മിഥുൻ അങ്ങോട്ടേക്ക് വന്നു. മിഥുൻ അങ്ങ് വന്നിട്ട് വേഗം ഫ്രഷ് ആകുക, എന്നിട്ട് ഭക്ഷണം കഴിക്കാൻ നോക്കാനൊക്കെ പറയാം. എന്നിട്ട് ഭക്ഷണം കൊടുക്കുകയും ചെയ്തു. മിത്ര അന്നേരം ടെൻഷൻ അടിച്ച് നിൽക്കുമ്പോൾ, നീ വിഷമിക്കാതെ മിത്ര എന്ന് പറഞ്ഞു മിഥുൻ. അപ്പം ഞാൻ എങ്ങനെ വിഷമിക്കാതിരിക്കും മിഥുൻ, വീട്ടിലെ കാര്യങ്ങളൊന്നും അറിഞ്ഞിരുന്നെങ്കിൽ എനിക്കൊന്ന് സമാധാനം ആയാനേ. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അവരെ ഒന്നും വിളിച്ച് വിവരം ഒന്ന് പറയുമെങ്കിലും ചെയ്തോട്ടെ, നീ ഫോൺ ഒന്ന് താ പ്ലീസ് ഇടാ എന്ന് പറഞ്ഞപ്പം, നിനക്കെന്താ ഞാൻ പറയുന്നൊന്നും മനസ്സിലാകാത്തത്? എടീ, ഫോൺ ചെയ്താൽ നമ്മൾ ഗുരുവായൂരാണ് ഉള്ളതെന്ന് അവർ മനസ്സിലാക്കില്ലേ? മിഥുൻ, അങ്ങനെ മനസ്സിലാക്കിയാലും കുഴപ്പമൊന്നുമില്ല എന്ന് മിത്ര പറയണം. പക്ഷേ ഒരു സമാധാനമെങ്കിലും കിട്ടുമല്ലോ നമുക്കും അവർക്കും എന്ന് പറഞ്ഞപ്പോൾ, നാളെ വിവാഹമാണ്, അത് കഴിഞ്ഞ് 2 ദിവസം കൂടി കഴിഞ്ഞാൽ ഞാൻ നിന്റെ വീട്ടിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. അതൊന്നും വേണ്ടാന്നപ്പം മിത്ര, അത് പോയാൽ ശരിയാവില്ല എന്നും, വീട്ടിൽ അംഗീകരിക്കാത്ത കല്യാണം കഴിഞ്ഞിട്ട് തിരിച്ചു ചെല്ലാനോ? ഇനി എന്നെ അങ്ങോട്ട് കയറ്റില്ല മിഥുൻ, കയറ്റിയാലും ശരി, ഞാൻ അങ്ങോട്ട് പോകില്ല എന്ന് മിത്ര മിഥുനോട് പറയണം. അതുമാത്രമല്ല, എൻ്റെ കുടുംബത്തിന് അത്ര വലിയ അപമാനമാണ് ഞാൻ വരുത്തി വെച്ചിരിക്കുന്നതെന്നൊക്കെ പറഞ്ഞപ്പോൾ, അവിടുത്തെ സ്വത്തൊക്കെ നിനക്കുള്ളതല്ലേ മിത്ര, നീ അങ്ങോട്ട് പോകാതിരുന്ന അതൊക്കെ പിന്നെ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു. എനിക്ക് സ്വത്തും പണവും ഒന്നും വേണ്ട, ഒരു മൊട്ടുസൂചി പോലും ഞാൻ അവിടുന്ന് വാങ്ങില്ല എന്ന് പറഞ്ഞു. അപ്പോഴാണ് മിത്ര പറഞ്ഞതിൽ നിന്ന് ഇവനാ പൊരുൾ മനസ്സിലാകുന്നത്, ഇവളെ കിട്ടിയിട്ട് കാര്യമില്ല എന്ന്. ഇനിയിപ്പോൾ നമ്മൾ കാരണം എൻ്റെ കുടുംബത്തിനുണ്ടായ നാണക്കേടിന് എന്തെങ്കിലും നമ്മൾ അങ്ങോട്ട് കൊടുക്കുകയാണ് വേണ്ടതെന്നൊക്കെ പറഞ്ഞു. അല്ല മിഥുൻ, എൻ്റെ വീട്ടിലെ കാശ് കണ്ടിട്ടാണോ നീ എന്നെ പ്രേമിച്ചതെന്ന് ചോദിച്ചപ്പം, പിന്നെ അല്ലാതെടി, എനിക്ക് വേണ്ടത് നിന്റെ പൊന്നും പണവും സ്വത്തും ഒക്കെ തന്നെ അടിയെന്ന് മനസ്സിൽ മിഥുൻ പറയണം. ഇതിനൊന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുമ്പം മിത്ര ഇങ്ങനെ നോക്കുക. നിന്റെ വീട്ടുകാരെ ഭീഷണിപ്പെടുത്തിയിട്ടാണെങ്കിലും അത് ഞാൻ വാങ്ങിച്ചെടുത്തിരിക്കും എന്നും പറഞ്ഞുകൊണ്ട് ഈ മിഥുൻ ഇങ്ങനെ പറയാം. അപ്പം മിഥുൻ എന്നും പറഞ്ഞ് ഇങ്ങനെ മിത്ര വിളിക്കണു കേട്ടോ. ഞാൻ ചോദിച്ചതിന് നീ എന്താ മറുപടി പറയാത്തത്? മിഥുൻ എൻ്റെ കുടുംബത്തിലെ പണം കണ്ടിട്ടാണോ എന്നെ കല്യാണം കഴിച്ചതെന്ന് ചോദിച്ചപ്പം, എന്ന് ആര് പറഞ്ഞു? എനിക്ക് നിന്നെ മതി, നീ പക്ഷേ എന്നെ മനസ്സിലാക്കുന്നില്ല, വെറുതെ ഓരോരോ കാര്യങ്ങൾക്കും എന്നെ വെറുതെ സംശയിച്ചുകൊണ്ടിരിക്കുകയല്ലേ എന്നൊക്കെ ചോദിച്ചപ്പം, ഞാൻ എങ്ങനെ നിന്നെ സംശയിക്കാതിരിക്കും മിഥുൻ? ഇപ്പം തന്നെ മിഥുൻ്റെ ഫാമിലി വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ ഇങ്ങ് എത്തിയില്ലല്ലോ. അവർ വരും മിത്ര, വൈകാതെ വരും, നീ ചെന്നൊന്ന് ഫ്രഷ് ആകും പ്ലീസ്, പറയുന്നത് കേൾക്കും മിത്ര എന്നും പറഞ്ഞിട്ട് ഇവൻ നിർബന്ധിച്ചു മിത്രയെ പറഞ്ഞു വിടുന്നു. മിത്രയാണെന്നുണ്ടെങ്കിൽ വാഷ്റൂമിലേക്ക് കയറിയ കയറ്റത്തിന് ഇവനാണെങ്കിൽ കയ്യിലുണ്ടായിരുന്ന സ്വർണ്ണം മുഴുവൻ സ്വന്തം ബാഗിലേക്ക് മാറ്റുകയും ഒക്കെ ചെയ്യുകയാണ്. അപ്പോൾ അങ്ങനെയുള്ളൊരു സിറ്റുവേഷനിലാണ് ഇന്നത്തെ കഥ അവസാനിച്ചിട്ടുള്ളത്. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവരും നല്ല അട്ടിപ്പൻ വിശേഷങ്ങൾ കാത്തിരുന്ന് കാണുന്നത് വരെ എല്ലാവർക്കും